അല്ല, തീർച്ചയായിട്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ അങ്കമാലിയിലേക്ക് വരുന്നത്. അങ്കമാലിയിലെ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകരുമൊക്കെ വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ഇവിടെ എയർപോർട്ടിൽ നൽകിയത്. വളരെയധികം സന്തോഷമുണ്ട്. ഞാനിന്ന് ഒരു മന്ത്രിയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാരണം അങ്കമാലിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജനങ്ങളും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഇവിടുത്തെ പ്രവർത്തകരുമൊക്കെയാണ്. അപ്പോൾ അവരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അതിൻ്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും ഒരു മന്ത്രി എന്ന നിലയിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർവകലാശാലകളുടെയും പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊക്കെ നമുക്ക് വലിയ ആശങ്കകളുണ്ട്. ആരെവിടെ പോയി പഠിക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാടിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുവാൻ, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഏകോപനവും അതുപോലെ തന്നെ ഒരു സമീപനവുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട എല്ലാ വ്യക്തികളുമായിട്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും ഒക്കെയായി ചേർന്ന് അത് സഹകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടായിരിക്കും ശ്രമിക്കുക. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. അല്ല, എന്തോ കേട്ടില്ല. അല്ല, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ജനറൽ എഡ്യൂക്കേഷനിലാണ് അത് സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം അത് വിശദമാക്കുന്നതാണ്.